യഥാർത്ഥത്തിൽ ഈ പറയുന്ന വിവാദങ്ങളെല്ലാം കരുതിക്കൂട്ടി ഉണ്ടാക്കിയതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. UDFന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഈ വെരിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ഒബ്ജക്ഷൻ കൊടുക്കുന്നത്. LDFനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും മത്സരിക്കാനുള്ള അവകാശമുണ്ട്. എല്ലാവരും മത്സരിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ആരെ തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കുന്നത് പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാരാണ്, ജനങ്ങളാണ്. അവരാണ് അന്തിമ വിധികർത്താക്കൾ. നമസ്കാരം. എൻ്റെ പേര് അഡ്വക്കേറ്റ് അംശു വാമദേവൻ. തിരുവനന്തപുരം നഗരസഭാ കൗൺസിലിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മുട്ടറ വാർഡിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിന് അംഗീകാരം നൽകി നിങ്ങളുടെ പ്രതിനിധിയാകാൻ എനിക്കൊരു അവസരം നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. 2000 കോർപ്പറേഷനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട വാർഡാണ് മുട്ടറ. രൂപീകൃതമായ നാൾ മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച പാരമ്പര്യമാണ് മുട്ടറയ്ക്കുള്ളത്. 2000 ആദ്യ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ വിനോദ് കുമാർ മാലി മുതൽ പിന്നീട് ഈ നഗരത്തിൻ്റെ മേയറായ അഡ്വക്കേറ്റ് കെ ചന്ദ്രികയും ശ്രീമതി ആർ ഗീതാഗോപാലും പിന്നെ നമ്മൾക്ക് വിട്ടുപിരിഞ്ഞ ശ്രീ TP റിനോയും ഏറ്റവും ഒടുവിൽ ശ്രീ അജിത് രവീന്ദ്രനും നടത്തിയ സമഗ്രമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനോടൊരു തുടർച്ച എന്നുള്ള നിലയിലാണ് ഞാൻ വോട്ടഭ്യർത്ഥിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം നഗരപ്രാന്തത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർഡാണ് മുട്ടറ. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും എല്ലാ ജനവിഭാഗത്തിൽപ്പെട്ട ആളുകളും പരസ്പര സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി കഴിയുന്ന ഒരിടമാണ് നമ്മുടെ പ്രദേശം. ആ പ്രദേശത്തിൻ്റെ ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നതിനും നമുക്ക് ഒരുമിച്ച് ഒന്നായി മുന്നേറുന്നതിനും നിങ്ങളുടെ അംഗീകാരം നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ വാർഡിൽ തലയുയർത്തി നിൽക്കുന്ന നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, ആ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പ്രൈമറി ഹെൽത്ത് സെൻ്ററിൻ്റെ അവാർഡ് കരസ്ഥമാക്കുന്നു. ജനങ്ങളുടെ ഒരു പൊതു ഇടമെന്നുള്ള നിലയിൽ ആ പ്രൈമറി ഹെൽത്ത് സെൻ്ററിനോട് ചേർന്ന് തന്നെ ആലപ്പുറം കുളത്തിന് കരയിലായി ഒരു ഓപ്പൺ ജിം ഇപ്പോൾ സ്ഥാപിതമായിട്ടുണ്ട്. നമ്മുടെ പ്രദേശത്തെ ജനങ്ങളുടെ ഏറെ കാലത്തെ ആവശ്യമായിരുന്നു മൂലേത്തോപ്പ് പാലം എന്നത്. 2 പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മൂലേത്തോപ്പ് പാലം ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. ഇങ്ങനെ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ വാർഡിൽ നടന്നു വരികയാണ്. ഇതിനൊരു തുടർച്ചയുണ്ടാകണം. കൂടാതെ പറയാട്ടിൽ പ്രദേശത്ത് ഒരു പുതിയ കെട്ടിട സമുച്ചയത്തിന് അനുമതി കിട്ടിയിരിക്കുകയാണ്. അവിടെ നമുക്ക് പുതിയ ഒരു അംഗൻവാടിക്കും അക്ഷയ കേന്ദ്രത്തിനുമുള്ള സ്ഥലം നമ്മളവിടെ കണ്ടെത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന വിവാദങ്ങളെല്ലാം കരുതിക്കൂട്ടി ഉണ്ടാക്കിയതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. LDFനെ സംബന്ധിച്ചിടത്തോളം LDFൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിക്കുന്നത് എത്രയോ മാസങ്ങൾക്ക് മുമ്പാണ്. വോട്ടർ പട്ടിക വെരിഫൈ ചെയ്ത് നിലവിൽ താമസമില്ലാത്ത ആളുകൾ, മരണപ്പെട്ടു പോയ ആളുകൾ, അങ്ങനെയുള്ള ആളുകളെയെല്ലാം തിരഞ്ഞ് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് ഞങ്ങളുടെ ബൂത്ത് ലെവലിലെ പ്രവർത്തകർ സ്വാഭാവികമായും ഒരു പ്രവർത്തനം നടത്തും. ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി 300-ലധികം ഒബ്ജക്ഷനുകളാണ് ഈ മുട്ടറ വാർഡിൽ നൽകിയത്. അതിൽ 69 എണ്ണം ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിക്കുകയും ചെയ്തതാണ്. ഇതിൽ ഒന്നാണ് UDFൻ്റെ സ്ഥാനാർത്ഥിയുടേത്. യഥാർത്ഥത്തിൽ UDFൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഈ വെരിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ഒബ്ജക്ഷൻ കൊടുക്കുന്നത്. അതിനുശേഷമാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതും പിന്നീട് ഈ വിവാദങ്ങളെല്ലാം ഉണ്ടായി വരുന്നതും. അതുകൊണ്ട് LDFനെ സംബന്ധിച്ചിടത്തോളം LDF പറയുന്നത് എല്ലാവർക്കും മത്സരിക്കാനുള്ള അവകാശമുണ്ട്. എല്ലാവരും മത്സരിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ആ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം തന്നെ മത്സരത്തിലാണ്. പക്ഷേ ആ മത്സരത്തിൽ ആരെ തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കുന്നത് പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാരാണ്, ജനങ്ങളാണ്. അവരാണ് അന്തിമ വിധികർത്താക്കൾ. അവർക്ക് നേര് തിരിച്ചറിയാനുള്ള പ്രബുദ്ധതയുണ്ട്. ആ നേര് തിരിച്ചറിഞ്ഞ് നേരിനോടൊപ്പം അവർ ചേർന്ന് നിൽക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. 2010 മുതൽ വഞ്ചൂർ കോടതിയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുകയാണ്. 2018 കേരള ബാങ്കിൻ്റെ ലോ ഓഫീസറായി നിയമിതനായി. പിന്നീട് 2020 ആ ജോലി രാജിവെച്ചാണ് ഞാൻ കേശവദാസപുരത്ത് 2018 കേരള ബാങ്കിൻ്റെ ലോ ഓഫീസറായി നിയമിതനാവുകയും 2020 ആ ജോലി രാജിവെച്ചാണ് കേശവദാസപുരത്ത് മത്സരിക്കുന്നത്. കേശവദാസപുരത്തെ ജനങ്ങൾ നൽകിയ സ്നേഹവും അംഗീകാരവും എന്നെ അവിടുത്തെ പ്രതിനിധിയാക്കി ഇപ്പോൾ മുട്ടടയിൽ മത്സരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുട്ടടയിലെ എൻ്റെ മുൻഗാമികൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങളോടൊപ്പം കഴിഞ്ഞ 5 വർഷക്കാലം കേശവദാസപുരത്തിൻ്റെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ആളുകളോട് വോട്ടഭ്യർത്ഥിക്കുന്നത്. ഈ വികസന മാതൃക തുടരുന്നതിന്, ഇനി നമ്മുടെ എല്ലാ ആവശ്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിങ്ങളിലൊരാളായി
നിങ്ങളുടെ കുടുംബാംഗമായി ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുകയാണ്. യഥാർത്ഥത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ പ്രതിനിധിയെ, പ്രത്യേകിച്ച് കൗൺസിലറെ, ആളുകൾ ആവശ്യപ്പെടുന്നത് അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ്. അവിടെ വെള്ളം, വെളിച്ചം, അതുപോലെ തന്നെ വഴി, ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ആ കാര്യങ്ങളിൽ ഒരാവശ്യം വന്നാൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ, അവരുടെ ഒരു കുടുംബാംഗമായി അവരോടൊത്ത് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധിയാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുക. അത്തരത്തിൽ നിങ്ങളുടെ ഏതൊരു ആവശ്യത്തിനും നിങ്ങളോടൊപ്പം ഒരു കൂടപ്പിറപ്പായി ഞാൻ ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ നിങ്ങളുടെ മനസ്സിന് അംഗീകാരം നൽകി എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.